ഹരി ഓം നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു, മരണത്തിൻ്റെ ദുരൂഹതകൾ എന്ന് പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് മരണാനന്തര കർമ്മങ്ങളെക്കുറിച്ച് നമുക്ക് യുക്തിസഹമായ ചില ചിന്തകളിലേക്ക് പോകാം. അപ്പോൾ പലരും ചോദിക്കുന്ന പല സംശയങ്ങൾക്കും ഒരു നിവാരണമാണ് അത്. അപ്പം വ്യക്തിപരമായ എൻ്റെ അറിവിലൂടെയുള്ള എൻ്റെ വായനകളിലൂടെ കിട്ടിയ ചില ആശയങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. അപ്പോൾ അതിനെ എത്രത്തോളം പ്രൂഫ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് സാധിക്കുകയില്ല. ഇപ്പം എന്തായാലും നമുക്ക് ഈ മരണാനന്തര കർമ്മങ്ങളിൽ എന്തൊക്കെയാണ് ആചരിക്കുന്നത്, അത് എന്തൊക്കെ ആശയങ്ങൾ അടങ്ങിയതാണ്, നമ്മുടെ ഋഷീശ്വരന്മാർ എന്തൊക്കെ ആശയങ്ങളിലൂടെയാണ് അതിനെ പ്രചരിപ്പിച്ചിട്ടുള്ളത് എന്നൊക്കെ ഒന്ന് നോക്കുക എന്നുള്ളതാണ്, ഒന്ന് ചിന്തിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉദാഹരണം, മരണമെന്ന് പറയുമ്പോൾ ജനനത്തിൻ്റെ നേരെ വിപരീതമായ അവസ്ഥയാണ്. വേദങ്ങളിലൊക്കെ സൂചിപ്പിച്ചിരിക്കുന്നത് ഒരു മരണം എന്ന് പറയുന്ന ശരീരത്തിന് സംഭവിക്കുന്നുള്ളൂ, ജീവന് അല്ലെങ്കിൽ ആത്മാവിന് ഒരിക്കലും മരണമില്ല. നമ്മൾ ഗീതയിൽ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നയനം ചിന്തം ദിതഗതി ഭാവക എന്ന് പറയുന്ന ശ്ലോക പ്രമാണം തന്നെ അതിന് ഉദാഹരണമാണ്. അപ്പോൾ ഒരു ആത്മാവിനും ഒരു ജീവനും മരണമില്ല, ശരീരത്തിനേ മരണമുള്ളൂ എന്നുള്ളതാണ്. അപ്പം എന്താണ് മരണം? ഒരു ജീവൻ സ്വീകരിച്ചിരിക്കുന്ന ശരീരം ജീർണിക്കുമ്പോൾ ആ ശരീരത്തിൽ നിന്ന് ജീവൻ വിട്ടു പോവുക, ശരീരത്തിനെ ഉപേക്ഷിച്ച് പോവുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് സാധാരണഗതിയിൽ അറിയാം. എന്നാൽ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന, അതായത് പ്രാണസമൂഹം എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്, കോശസംഘാതങ്ങൾ, അതുപോലെ തന്നെ ഈ അങ്ങനെ അനേകം ഘടകങ്ങൾ ചേർന്നതാണല്ലോ ശരീരം. അതായത് നമ്മൾ കേട്ടിട്ടുള്ളത് അന്നമയ കോശം, ജ്ഞാനമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം, പ്രാണമയ കോശം. അപ്പോൾ ഈ കോശങ്ങളാണ് ജീവന് പ്രധാനമായി നിലനിൽക്കുന്നത്. ഈ കോശങ്ങളൊക്കെയാണ് നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ അടിസ്ഥാനമായ ചില തലങ്ങളെയൊക്കെ വിലയിരുത്തിക്കൊണ്ട് നമ്മുടെ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ദ്രിയങ്ങളിൽ നിന്നും അതുപോലെ തന്നെ കർമ്മേന്ദ്രിയങ്ങളിൽ നിന്നും കോശങ്ങളിൽ നിന്നും ഒക്കെ പൂർണ്ണമായിട്ട്, അതായത് ജീവൻ്റേതായ കരണങ്ങൾ, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന് 4 കരണങ്ങളോടുകൂടിയാണ് ജീവൻ ശരീരത്തിൽ നിലനിൽക്കുന്നത്, പ്രവർത്തിക്കുന്നത് എന്നാണ് വേദങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ ശരീരത്തെ കോശസംഘാതമായ, ഇന്ദ്രിയ സംഘാതമായ, പഞ്ചഭൂത സംഘാതമായിരിക്കുന്ന ഈ ശരീരത്തിൽ നിന്ന് ജീവൻ പൂർണ്ണമായി ഇറങ്ങിപ്പോകുന്നതിനെയാണ് മരണം എന്ന് നമുക്ക് വിളിക്കാവുന്നത്. അപ്പോൾ ആ മരണശേഷം പിന്നെ എന്താണ് ആ ജീവന്, ആ സോളിന് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഗരുഡ പുരാണത്തിലും ഉൽപ്പത്തി ശാസ്ത്രങ്ങളിലും ഒക്കെ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ അതായത് ഹൈന്ദവ ധർമ്മം അനുസരിച്ചുള്ള ഉൽപ്പത്തി ശാസ്ത്രങ്ങളിൽ, വേദങ്ങളിൽ എഴുതിയിരിക്കുന്നത്, ഈ ജീവൻ, അതായത് ശരീരം ഉപേക്ഷിച്ച് പോകുന്ന ജീവൻ ആദിത്യമണ്ഡലത്തിലേക്കും ആദിത്യമണ്ഡലത്തിൽ നിന്നും അത് സോമമണ്ഡലത്തിൽ, ചന്ദ്രമണ്ഡലത്തിലേക്ക് എത്തിച്ചേരുന്നു. അവിടെ നിന്ന് ആ സോമവുമായി, ചന്ദ്രമണ്ഡലത്തിലുള്ള സോമവുമായി യോജിച്ചിട്ട് ഈ ചന്ദ്രന് അഭിമുഖമായിട്ട് ദിവസവും ഓരോ നക്ഷത്രങ്ങൾ വരുന്നതാണ്. അപ്പോൾ ചന്ദ്രമാസം അനുസരിച്ച് 28 ദിവസങ്ങളാണ്, അശ്വതി തുടങ്ങിയിട്ടുള്ള, അതായത് അഭിജിത്ത് വരെയുള്ള. അപ്പോൾ ഈ ചന്ദ്രന് അഭിമുഖമായി ഓരോ ദിവസവും ഓരോ നക്ഷത്രങ്ങൾ വരുന്നു. അപ്പോൾ അതിനെയാണ്, അതായത് അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളും അഭിജിത്തുമായിട്ട് കണക്ക് കൂട്ടുന്നു. അപ്പോൾ ഈ സോമത്തിൽ നിന്ന് അല്ലെങ്കിൽ ചന്ദ്രനിലേക്ക് എത്തുന്ന പിതൃപ്രാണൻ ഈ ചന്ദ്രൻ്റെ സോമവുമായി ചേർന്നിട്ട് ഈ ഓരോ ദിവസവും ചന്ദ്രന് അഭിമുഖമായിട്ട് വരുന്ന ഓരോ നക്ഷത്രമുണ്ടല്ലോ, ആ നക്ഷത്രത്തിൻ്റെ രശ്മിയുമായി ചേർന്നിട്ട് അത് പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളിലും അത് വ്യാപിക്കുന്നു എന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ ഈ കലകൾ, അതായത് ചന്ദ്രൻ്റേതായ ഈ കലകൾ ഏകദേശം ഒരു 7 തലമുറ വരെ നിലനിൽക്കുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ 7 തലമുറകളിലേക്ക് വരുന്നത് ഈ 28 നക്ഷത്രങ്ങളും ശേഷിച്ച് വരുന്ന ചന്ദ്രൻ്റെ കലകളും കൂടെ ചേർന്ന് 84 കലകളെന്ന്
എന്ന ഒരു കണക്ക് വേദങ്ങളിൽ കാണാവുന്നതാണ്. അത് 84 കലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ജീവന്മാരാണ്. 84 ലക്ഷം ഇനങ്ങളിൽപ്പെട്ട ജീവികൾ പ്രപഞ്ചത്തിൽ ഉത്ഭവിക്കുന്നു എന്ന് പ്രപഞ്ചത്തിൽ, അതായത് ഉൽപ്പത്തി ശാസ്ത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഉൽപ്പത്തി ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ആ കണക്കുകളെ വളരെ കൃത്യമായി പല ഭൗതിക ശാസ്ത്രജ്ഞന്മാരും അംഗീകരിച്ചതായിട്ട് നമുക്ക് കാണാം. അപ്പം ഈ പറയപ്പെടുന്നതായിരിക്കുന്ന ജീവൻ, അതായത് അന്തരീക്ഷത്തിലേക്ക് വ്യാപിച്ചിട്ട് അത് രാത്രിയിൽ വായുവിലൂടെ ആകാശത്തിലൂടെ ഒക്കെ അത് സഞ്ചരിച്ച് സസ്യാദികളുടെ ഇലകളിൽ പതിച്ചു. ആ സസ്യങ്ങളിൽ നിന്ന് അത് കായായിട്ട് ആ കായകൾ ഭക്ഷിക്കുന്ന ജീവന്മാരിലൂടെ വീണ്ടും ഈ ജീവൻ്റെ ഉൽപ്പത്തി ഉണ്ടാകുന്നു എന്നാണ് നമ്മുടെ വേദങ്ങളിൽ എഴുതിയിരിക്കുന്ന ആശയം. അപ്പോൾ അങ്ങനെയാണ് ഈ ജനന മരണങ്ങളുടെ യഥാർത്ഥം. അപ്പോൾ ഈ മരണാനന്തര കർമ്മങ്ങൾ ഇതിനെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഋഷികൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം പഞ്ചഭൂത നിർമ്മിതമായ മനുഷ്യ ശരീരം, അതായത് ജീവൻ അതിനെ ഉപേക്ഷിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ശരീരം ജീർണിക്കുമ്പോൾ, ജീവൻ അതിൽ നിന്ന് ഇരിക്കാൻ പറ്റാതെ വരുമ്പോൾ, സ്ഥിതി ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ആ ശരീരത്തിൽ നിന്ന് ആ ജീവൻ ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണല്ലോ മരണമെന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ, അതായത് മരണത്തിന് ശേഷം മരിച്ച ആളിൻ്റെ ഡെഡ് ബോഡിയെ പുതിയ വസ്ത്രം കൊണ്ട് ധരിപ്പിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ ഇത് തന്നെയാണ്. കാരണം ആ ജീവനെ സംബന്ധിച്ചോളം അത് ധരിച്ചിരുന്ന വസ്ത്രം എന്ന് പറയുന്നത് ശരീരമെന്ന ഈ ദേഹമാണ്. അപ്പോൾ ദേഹിക്ക് വസ്ത്രം എന്ന് പറയുന്ന ദേഹമാണല്ലോ. അപ്പോൾ ആ ദേഹം ജീർണിച്ചു പോയപ്പോൾ, അല്ലെങ്കിൽ ആ വസ്ത്രം ജീർണിച്ചപ്പോഴേ അതിലിരിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ അപൂർണമായിട്ട് ആ ജീവൻ അതിൽ നിന്ന് ഇറങ്ങുകയും മറ്റൊരു ശരീരമെന്ന വസ്ത്രത്തെ അത് സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇതാണ് ജന്മമരണങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൈന്ദവ ധർമ്മത്തിൽ. അപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് ഈ പുതിയ വസ്ത്രം ധരിപ്പിക്കുന്ന ഡെഡ് ബോഡിയെ. കാരണം ഈ ശരീരം എന്ന് പറയുന്ന വസ്ത്രത്തെ ധരിപ്പിക്കുന്നതാണല്ലോ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ മരണത്തിന് വിധേയമാകുന്ന ഈ ആളിനെ, ഈ ശരീരയെ, ഈ ദേഹം, അതായത് ഭൂമിയിൽ കിടത്തുക. അതായത് പണ്ടൊക്കെ ആണെങ്കിൽ ചാണകം കൊണ്ട് നിലം മെഴുകി അതിൽ അരിമാവ് കൊണ്ട് കോലം വിരിച്ച് ദർഭ വിരിച്ച് അതിലായിരുന്നു ഡെഡ് ബോഡി കിടത്തിയിരുന്നത്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് ശരീരത്തിൽ സംയോജിതമായി നിന്ന പഞ്ചഭൂതങ്ങളിലെ ഭൂമി തത്വം ഭൂമിയിലേക്ക്, ശരീരത്തിൽ നിന്ന് സമഷ്ടി ഭൂമിയിലേക്ക് ലയിക്കുവാനും, ഡെഡ് ബോഡി ജലത്തിൽ കുളിപ്പിക്കുമ്പോൾ ആ ശരീരത്തിൽ അതിസൂക്ഷ്മമായി നിന്നിരുന്ന ജലതത്വം സമഷ്ടി ജലത്തിലേക്ക് ലയിക്കുന്നതിനും, അവിടെ നിന്ന് അതിനെ വീണ്ടും, അതായത് ദഹനപ്രക്രിയയിലൂടെ അത് അഗ്നിതത്വത്തിലേക്കും, അഗ്നിതത്വത്തിൽ നിന്ന് അത് ധൂമമായി വായുവിലേക്കും, വായു ആകാശത്തിലേക്കും വ്യാപിക്കുന്നതോടുകൂടി മനുഷ്യ ശരീരത്തിൽ നിന്ന് പഞ്ചഭൂതങ്ങളുടെ ആ തത്വാംശങ്ങൾ പ്രകൃതി തത്വങ്ങളിലേക്ക്, പഞ്ചപ്രകൃതി ഭാവത്തിലേക്ക് പൂർണ്ണമായിട്ട് ലയിച്ചു ചേരുന്നു എന്ന വലിയ ഒരാശയമാണിവിടെ. അതേപോലെ നമുക്ക് കാണാം, അതായത് ഈ ഡെഡ് ബോഡിയിൽ അന്നത്തെ ദിവസം മരണാനന്തര കർമ്മങ്ങളിൽ ഈ അരിയും പൂവിടുക, അതിന് വായ്ക്കരി ഇടുക എന്ന് പറയുന്ന ഒരു ആശയം കൂടിയുണ്ടല്ലോ. അപ്പോൾ അതെന്തിനാണ് ആ വായ്ക്കരി ഇടുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നത്, ഈ പൂവെന്ന് പറയുന്നത് കായുണ്ടാകുന്നതിന് മുമ്പുണ്ടാകുന്നതും അരി എന്ന് പറയുന്നത് ചോറിന് മുമ്പുള്ള അവസ്ഥയാണ്. അപ്പോൾ ജന്മമരണങ്ങളെന്ന് പറയുന്നത് തന്നെ ഒന്നിനൊന്ന് വിപരീതമാണ്. അപ്പോൾ നമ്മളാരും ജീവിച്ചിരിക്കുമ്പോൾ പൂ കഴിക്കാറില്ല, അതുപോലെ തന്നെ അരിയും കഴിക്കാറില്ല. അപ്പം നമ്മൾ ചോറാണ് കഴിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫലങ്ങളാണ് കഴിക്കുന്നത്, കായാണ് കഴിക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ പലതിൻ്റെയും. അപ്പോൾ ഇവിടെ അതിന് മുമ്പുള്ള അവസ്ഥയെന്ന് പറയുന്നത്, മരണത്തിന് മുമ്പുള്ള അവസ്ഥ എന്തായാലും ജനനമാണ്, ജനിച്ചാലേ മരിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ മരണം നടക്കുമ്പോൾ, മരണത്തിന് വിധേയമായ ആ ഡെഡ് ബോഡിയിലേക്ക് വായ്ക്കരി ഇടുമ്പോൾ അരിയും പൂവും ഇടുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ ഈ ആശയത്തെ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. കാരണം ആ ജീവനെ, ശരീരം ഉപേക്ഷിച്ച് പോയ ജീവനെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഒരു ജനനത്തിൻ്റെ മുന്നോടിയാണ് ഇപ്പോഴുണ്ടായ ഈ മരണം എന്ന്
കണ്ടു നിൽക്കുന്നവരും അത് ആചരിക്കുന്നവരും ഒക്കെ ചിന്തിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആ മരണത്തിൽ കൂടുതൽ ദുഃഖം ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം എല്ലാ ജീവൻ്റെയും കർമ്മം അവസാനിക്കുമ്പോൾ, അല്ലെങ്കിൽ കർമ്മത്തെ അനുഭവിച്ച് തീരുമ്പോൾ മരണം അനിവാര്യമാണ്. ആ ജനനമരണങ്ങളെക്കുറിച്ച് ഇത്രയും നമ്മൾ ചിന്തിച്ചാൽ മതി. അതിൽ കൂടുതൽ വ്യാകുലരാവേണ്ട കാര്യമില്ല. ദുഃഖിച്ച് ദീനമായി നിലവിളിക്കേണ്ട ആവശ്യകതയൊന്നുമില്ല എന്നൊക്കെ നമ്മളെ ധരിപ്പിക്കാൻ കൂടിയാണ് ആചാര്യന്മാർ ഇങ്ങനെയുള്ള ആചാരം കൂടി അവിടെ കൊണ്ടുവച്ചിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുപോലെ തന്നെ വാഴയിലേക്ക് കിടത്തുന്ന ഡെഡ് ബോഡി കൊണ്ടുവന്ന് വാഴയിലയിലാണ് കിടത്തുന്നത്. അതിൻ്റെ ആശയം എന്താണെന്ന് ചോദിച്ചാലും നമുക്കറിയാം. ഈ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന വാഴപ്പിണ്ടി പോലെയാണ്, വാഴപ്പോള പോലെയാണ് ശരീരവും. അതായത് ഉള്ളു പൊള്ളയാണല്ലോ. അപ്പോൾ ജീവൻ ഇറങ്ങിപ്പോകുന്ന ശരീരം ചില മണിക്കൂറുകൾ കഴിഞ്ഞാൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും, വാഴപ്പിണ്ടി പൊങ്ങിക്കിടക്കുന്ന പോലെ. അതേപോലെ തന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വാഴക്കുട്ടി വെച്ച് അതിനെ പരിപാലിച്ച് അതിൽ കിട്ടുന്ന കർമ്മഫലം ആ വാഴക്കൊലയാണ്. ആ വാഴക്കൊല വെട്ടിയെടുത്താൽ പിന്നെ ആ വാഴപ്പിണ്ടിയിലൊരു കൊല ഉണ്ടാകുന്നില്ല, ആ വാഴപ്പിണ്ടി ജീർണിച്ചു പോകും. ഇതേപോലെ നമ്മൾ ഓരോ ജീവനും സ്വീകരിച്ചിരിക്കുന്ന ശരീരം കഴിഞ്ഞ ജന്മത്തിൻ്റെ കർമ്മഫലമാണ്, ഇന്ന ശരീരമെന്ന് പോലും. ആ ശരീരത്തിലിരുന്ന് ആ കർമ്മം അനുഭവിച്ച് തീരുമ്പോൾ പൂർണ്ണമായി ഈ ശരീരം ജീർണിക്കുകയും ശരീരത്തിൽ നിന്ന് ജീവൻ ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നു എന്ന വലിയൊരു തത്വം നമ്മെ ധരിപ്പിക്കാൻ കൂടിയാണ് ഈ വാഴയില തന്നെ എടുത്ത് ഡെഡ് ബോഡി കിടത്തുക എന്നൊരാശയം ഹൈന്ദവ ധർമ്മത്തിൽ കൊണ്ടുവന്നത്. അത് പിന്നെ അതിൻ്റെ മൂട്ടിൽ നിന്നാണ് വംശം നിലനിൽക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ സന്തതികളിലൂടെ മനുഷ്യരിലും മറ്റ് ജീവികളിലും വംശം നിലനിൽക്കുകയും ചെയ്യുന്നു. അടുത്തതായിട്ട് നമുക്ക് കാണാവുന്ന അഗ്നിയിൽ ദഹിപ്പിക്കുകയാണ്. അപ്പോൾ അഗ്നി തത്വത്തിലേക്ക് ദഹിക്കും. അതുപോലെ തന്നെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിച്ചാൽ ആ മരണപ്പെട്ട ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രോഗാണുക്കൾ വായുവിൽ സ്പ്രെഡ് ചെയ്യാതെ ആ ദഹന പ്രക്രിയയോടുകൂടി ആ ശരീരത്തിൽ രോഗാണുക്കളുണ്ട് എങ്കിൽ അത് നശിക്കുക തന്നെ ചെയ്യും. അത് മറ്റൊരു ജീവന് ഉപദ്രവമായിട്ട് മാറുകാതിരിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടും ദഹന പ്രക്രിയ ഏറ്റവും നല്ലൊരു സംസ്കാരം കൂടിയാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നത് പിന്നീട് ഈ ഡെഡ് ബോഡിക്ക് അപ്രദക്ഷിണമായിട്ട് ഒരാളൊരു കുടത്തിൽ ജലം നിറച്ച് അതൊരു അപ്രദക്ഷിണം കഴിഞ്ഞ് വരുമ്പം ആ കുടത്തിനൊരു ഹോളിട്ട് വെള്ളം പുറകോട്ട് വിട്ടിട്ട് ആൾ മുമ്പോട്ട് നടക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്, നമ്മുടെ എല്ലാവരുടെയും ജനനം ഒരു കുടത്തിലായിരുന്നു. അത് എന്ത് കുടമാണെന്ന് ചോദിച്ചാൽ സ്ത്രീയുടെ ഗർഭപാത്രം എന്ന കുടത്തിൽ, അത് കാലിക്കുടമാണല്ലോ, ആ കാലിക്കുടത്തിലേക്ക്, ഒന്നുമില്ലാത്ത ആ കുടത്തിലേക്ക്, അതായത് പുരുഷൻ്റെ രേതസ് സ്ത്രീയുടെ അണ്ഡവുമായി യോജിക്കുന്നതാണല്ലോ ജനനം അല്ലെങ്കിൽ ഗർഭാധാനം എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ കുടത്തിൽ വന്നിട്ട് ആ കുടം നിറയുകയും 9 മാസവും 9 ദിവസവും കൊണ്ട് ആ കുടം നിറഞ്ഞിട്ട് ആ കുടം പൊട്ടി ആ ജീവൻ മുന്നോട്ടാണ് വരിക. ഇതിനെയാണ് ജനനം എന്ന് പറയുന്നത്. എന്നാൽ അത് മരണം അതിൻ്റെ വിപരീതമായതുകൊണ്ട് ഇവിടെ കാലിക്കുടത്തിന് പകരം നിറകുടമെടുത്തു. ജീവൻ്റെ പ്രതീകം ജലമാണ്, എല്ലാ ജീവൻ്റെ ഉത്ഭവം ജലത്തിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നിറകുടം ജീവൻ്റെ പ്രതീകമായി എടുക്കുകയും ആൾ മുന്നോട്ട് പോകുമ്പോൾ പുറകോട്ട് ജലം, അതായത് ഈ ജീവൻ്റെ ജനനം എന്നത് മുന്നോട്ടായതുകൊണ്ട്, മുമ്പോട്ടായിരുന്നുകൊണ്ട് മരണത്തെ പ്രതിനിധാനം ചെയ്ത ഇത് അവതരിപ്പിക്കുമ്പോൾ ആ ജലം പുറകോട്ട് വിട്ടു. അങ്ങനെ ഒന്നിൽ കൂടുതൽ ഹോളുകളിൽ കൂടി ജലം ചോർന്നു പോവുകയും കുട ഉടച്ചു കളയുകയും ചെയ്യുന്നു. വലിയൊരു ആശയമാണ്. കാരണം ഒരു ജീവൻ ശരീരം സ്വീകരിച്ചു കഴിഞ്ഞ് മനുഷ്യരെ സംബന്ധിച്ചാണെങ്കിൽ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ ഊർധ്വം എന്ന തലങ്ങളിലേക്ക് എത്തി വരുമ്പോഴേ ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ കൗമാരമൊക്കെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ യൗവനാവസ്ഥയിലേക്ക് എത്തുന്ന ഓരോ മനുഷ്യരും, വിശിഷ്യ മനുഷ്യരെ സംബന്ധിച്ച് ചിന്തിക്കുമ്പം ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങൾ അനുഭവിക്കുന്നതിലൂടെ ജീവൻ്റെ ഓജസ്സും തേജസ്സും ഇന്ദ്രിയങ്ങളിലൂടെ നിരന്തരമായിട്ട് ചോർന്നു പോകും. ഇതിന് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ പറയുന്ന ആമകുംഭാമ്പ് പോലെ സ്രവിച്ചു പോകുമല്ലോ എന്ന്. അതായത് പച്ചമൺകുടത്തിൽ നിറച്ചു വെച്ചിരിക്കുന്ന ജലം അലിഞ്ഞലിഞ്ഞ് പൂർണ്ണമായി ഇല്ലാതാകുന്നത് പോലെ വിഷയങ്ങൾ അനുഭവിക്കുന്നതോടുകൂടി ഏതൊരു മനുഷ്യനിലും നിൽക്കുന്ന ജീവാംശം, ജീവസത്ത് ചോർന്നു പോയിക്കൊണ്ടേയിരിക്കും. അതാണ് ഒന്നിൽ കൂടുതൽ ഹോളുകളിലൂടെ വെള്ളം കുടത്തിന് പുറത്തോട്ട് ഒഴുകി ആ വെള്ളം തീർന്നിട്ട് കുടം
ഉടച്ചു കളയുന്നത്. അപ്പോൾ ഇത് മനുഷ്യ ശരീരത്തിൽ ഇന്ദ്രിയങ്ങളിലൂടെ ജീവശക്തി ചോർന്നു പോകുന്നതിൻ്റെ പ്രതീകം. അങ്ങനെ ജീവസത്ത് ചോർന്നു പോയി തീരുമ്പോൾ സത്ത് പോയി തീർന്നതിനെ ചത്തുപോയി എന്ന് വിളിക്കുന്നു എന്നതാണ് ആശയം. അപ്പം ഞാൻ സൂചിപ്പിച്ചത് കൃത്യമായിട്ടും ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ഭാരതീയ സംസ്കാരപ്രകാരം ആചരിക്കുന്ന മരണാനന്തര കർമ്മങ്ങൾ പോലും യുക്തിസഹമായ ബുദ്ധിസഹമായ അനേകം ആശയങ്ങൾ അടങ്ങിയതാണ്. ദയവായി അതിനെ പല ആൾക്കാരും പുച്ഛിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്, അന്ധമായ വിശ്വാസമാണ് എന്നൊക്കെ. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് അസ്ഥി എടുക്കുകയും ആ അസ്ഥി ജലത്തിൽ പുണ്യ നദികളിൽ കൊണ്ടുപോയി നിമഞ്ജനം ചെയ്യുകയും ചെയ്യുന്ന ഒരു ആചാരമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ ജീവനും മരണം സംഭവിച്ചാൽ മരണത്തിന് വിധേയമായ ഒരു ശരീരം സ്വീകരിച്ച് ആ ശരീരം നശിച്ചു പോയപ്പോൾ അതിൽ നിന്ന് ഇറങ്ങിപ്പോയ ജീവന് വീണ്ടും ജനനം അനിവാര്യമാണ്. അപ്പോൾ എല്ലാ ജീവൻ്റെ ഉത്ഭവം ജലത്തിൽ നിന്നായതുകൊണ്ട് ആ അസ്ഥി ജലത്തിൽ നിമഞ്ജനം ചെയ്ത് ആ ജീവന് വീണ്ടും കർമ്മഫലമനുസരിച്ച് ഒരു പുനർജന്മം അല്ലെങ്കിൽ വീണ്ടും ഒരു ശരീരം കിട്ടുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു കർമ്മം കൂടിയാണ് ഈ അസ്ഥി എടുത്ത് നിമഞ്ജനം ചെയ്യുക എന്നുള്ളത്. ഇനി അതുപോലെ തന്നെ നമുക്ക് കാണാവുന്ന മറ്റൊരാശയം, അത് ഈ അസ്ഥി സഞ്ചയനമൊക്കെ കഴിഞ്ഞ് കുഴിയൊക്കെ മൂടിക്കഴിഞ്ഞിട്ട് ഈ കുഴിമാടത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ ഒരു തെങ്ങും തൈ വെക്കുന്ന ആചാരം കൂടിയുണ്ട്. ചിലയിടത്തൊക്കെ വാഴയാണ് നടുന്നത്, ചിലയിടത്ത് തെങ്ങും തൈ നടാറുണ്ട്. അപ്പോൾ ഈ തെങ്ങും തൈ മരണപ്പെട്ടു പോയ ആളിൻ്റെ കുഴിമാടത്തിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയഭാഗത്ത് തെങ്ങും തൈ വെക്കുന്നത് എന്തിനാണെന്ന് ഒരാൾ ചോദിച്ചാലും യുക്തിസഹമായ നല്ലൊരു ആശയം നമുക്ക് അത് സൂചിപ്പിക്കാം. അതെന്താണെന്ന് ചോദിച്ചാൽ, കൃത്യമായിട്ടും ഈ തെങ്ങും തൈയും മറ്റു വൃക്ഷങ്ങളുമായി കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം, തെങ്ങ് വേരിൽ കായ്ക്കത്തില്ല, കാണ്ഡത്തിൽ കായ്ക്കത്തില്ല, മുകളിൽ മാത്രമേ അത് ഫലം തരുന്നുള്ളൂ. എന്നാൽ മറ്റു വൃക്ഷങ്ങൾ, ചില വൃക്ഷങ്ങൾ വേരിൽ കായ്ക്കുകയും കാണ്ഡങ്ങളിൽ കായ്ക്കുകയും ഒക്കെ ചെയ്യും. ശിഖരങ്ങളിൽ കായ്ക്കുന്ന വൃക്ഷങ്ങളൊക്കെ ഉണ്ട്, പ്ലാവ് തുടങ്ങിയിട്ടുള്ള വൃക്ഷങ്ങൾ. പക്ഷേ ഈ കൽപ്പവൃക്ഷം എന്ന് പറയുന്നത്, തെങ്ങ് എന്ന് പറയുന്നത് മുകളിൽ മാത്രമേ കായ്ക്കുള്ളൂ, വേരിലും കാണ്ഡത്തിലും ഒന്നും കായ്ക്കാറില്ല. ഇതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, യുക്തിസഹമായി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്, നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് കഴിഞ്ഞ ജന്മകർമ്മഫലമായി വന്ന് ജനിക്കുകയും ശരീരം സ്വീകരിച്ച് ഇവിടെ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിൻ്റെയും ഫലം നമുക്കുപരിയായി ഉള്ള ഒരു ലോകമുണ്ടെന്നും ആ ഉപരിലോകത്തിലേക്കാണ് നമ്മൾ ഈ ശരീരം വിട്ട്, ഈ ലോകം വിട്ട്, ഈ ഭൗതിക ശരീരവും ഭൗതിക ലോകവും വിട്ട് പരലോകത്തിലേക്ക് നമ്മൾ പോകുന്നു എന്ന നമ്മുടെ വിശ്വാസം അനുസരിച്ച് ചിന്തിക്കുമ്പോൾ, നമ്മളിവിടെ ചെയ്ത എല്ലാ കർമ്മത്തിൻ്റെയും ഫലം അങ്ങ് മുകളിൽ ചെല്ലുമ്പോൾ ജഗതീശ്വരൻ നമുക്ക് അവിടെ തരും എന്ന് നമ്മളെ ബോധിപ്പിക്കുന്നതിന്, നമ്മളെ ചിന്തിപ്പിക്കുന്നതിന് കൂടി ഉപകാരപ്രദമായ ഒരാചാരം കൂടിയാകാൻ ഇത്. അതുകൊണ്ട് ഭാരതീയ സംസ്കാരത്തിലെ ആശയങ്ങളോ ആചാരങ്ങളോ അനുസരിച്ച് സനാതനധർമ്മത്തിന് അതിൻ്റേതായ ഒരു വീക്ഷണകോണുണ്ട്. നമ്മുടെ ആചാര്യന്മാർ വളരെ ബുദ്ധിപരമായി യുക്തിപരമായി എടുത്ത ചില ആചാരങ്ങളും നമുക്ക് നിർദ്ദേശിക്കപ്പെട്ട ആചാരങ്ങളെയൊക്കെ ബഹുമാനിക്കുന്നിടത്തോളം കാലം, അതിനെ ആചരിക്കുന്നിടത്തോളം കാലം നമ്മളും നമ്മുടെ തലമുറകളും 7 തലമുറകളിലേക്ക് നമ്മുടെ ജീനുകൾ നിലനിൽക്കുന്നു എന്നാണ്. നമുക്കിപ്പോൾ നമ്മുടെ അച്ഛനെ അറിയാം, അപ്പൂപ്പനെ അറിയാം, പക്ഷേ അതിനു മുമ്പുള്ള അപ്പൂപ്പന്മാരെ നമുക്ക് വലിയ അറിവില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവരില്ലായിരുന്നു എന്ന് നമുക്ക് തീർച്ചപ്പെടുത്താനും പറ്റില്ല. അവരില്ലായിരുന്നുവെങ്കിൽ നമ്മളും ഇല്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം നമുക്ക് മരണാനന്തര സംബന്ധമായ മറ്റ് ജീവൻ്റെ പുനർജന്മങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. ഇത് മരണാനന്തര കർമ്മങ്ങളെക്കുറിച്ചുള്ള ഏകദേശം ഒരു ധാരണയാണ്. പല വേദികളിലും പലരും അതിന് സംശയം ചോദിച്ചപ്പോൾ അതിന് നിവാരണമായി ഇങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ച് പലർക്കും ഉപകാരപ്പെടട്ടെ. അതുകൊണ്ട് ദയവായി നിങ്ങളിത് കാണുന്നവർ മറ്റുള്ളവരിൽ കൂടി എത്തുവാൻ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം എന്നുകൂടി അപേക്ഷിക്കുന്നു. ഹരി ഓം, നമസ്കാരം. ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹരി ഓം.